ഫൈനാൻഷ്യൽ ക്രൈസിസിന്റെ ഒരു അറ്റാണ് നമ്മൾ ഈ പട്ടിണി കിടക്കുക എന്നൊക്കെ പറയണത് അല്ലേ. നമ്മൾ ഈ വിശപ്പൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മൊത്തം ഉറങ്ങിയ സമയം ഉണ്ടായിട്ടുണ്ട് ഈ ജീവിതത്തില്. പിന്നെ ഭാഗ്യം കുറച്ച് കൂടുതലാണല്ലോ, നേരത്തെ പറഞ്ഞ പോലെ. റിഗ്രറ്റ് തോന്നിയിരുന്നെങ്കിലും ഇന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അണ്ണാക്ക് പൊള്ളിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പായസം കുടിക്കുന്നതൊന്നും നിർത്താൻ പറ്റില്ല. കുറച്ചായിട്ടുള്ള ഒരു പൂതിയാണ് പൊതിച്ചോറ് കഴിക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്നുള്ളത്. കോവയ്ക്കുപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എല്ലാ ഉപ്പേരിയാണ്, ഒന്നും മെഴുക്കുപുരട്ടി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഉണ്ടോന്നറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ ഹനാൻഷാന്റെ സോങ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ ഞാൻ അത് ഇവനെ വന്ന് ഇടക്കിടക്ക് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൊന്ന് വലുതായതിനു ശേഷം നമുക്ക് TV എന്നെ ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല. കുട്ടികളെ വീട്ടിലുള്ളവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചിക്കനൊക്കെ വന്ന് മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ചിക്കൻ വരട്ട ഉണ്ടാക്കാൻ പോകുന്നത്. ഉമ്മ പറയാറുണ്ട് ഞാനവിടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് മീനെ വരാറില്ല എന്നുള്ളത്. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ മീൻകറിയും മീൻ പൊരിച്ചതും ചോറും ഇതൊക്കെയാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് ഇന്ന് മീൻ കിട്ടിയില്ല. ഇന്നത്തെ പൊതിച്ചോറിൽ ഫിഷ് ഐറ്റംസ് ഒന്നുമില്ല. അതിനൊരു വിഷം വണ്ടിക്ക്. അങ്ങനെ രണ്ടാമത്തെ ഉപ്പേരി ആയോണ്ടിരിക്കുന്നുണ്ട്. പയറും കായും മിക്സ് ചെയ്തിട്ടാട്ടോ. 3 ഉള്ളത് എത്ര ഉപകാരമാണ്. 3 ഫില്ലാണ്. ഞാനീ പറഞ്ഞ ഫാമിലി ആയിട്ടും നമ്മുടെ സിബ്ലിങ്സ് ആയിട്ടും ഒക്കെ വലിയൊരു കമ്മിറ്റ്മെന്റ്സ് ഇല്ലാത്ത ഒരാളായിരുന്നു കേട്ടോ ഈ കഴിഞ്ഞ 4 വർഷം മുന്നേ. എന്റെ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞ് 1 ഇയർ ഇന്റേൺഷിപ്പിന് വേണ്ടി ഞാൻ പുറത്തു പോയി നിന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഫാമിലി, സിബ്ലിങ്സ്, എന്തിന് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് വിടാറില്ലേ, അതിടക്ക് നമ്മുടെ ലൈഫിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അന്ന് ആ പോയ കാര്യത്തിൽ എനിക്ക് റിഗ്രറ്റ് തോന്നിയിരുന്നെങ്കിലും ഇന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എടുത്ത ഓരോ ഡിസിഷൻസിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു അത് എന്നുള്ളത്. വിഷു ആയതുകൊണ്ട് തന്നെ തലേന്ന് തന്നെ ബാക്കിയൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ പടക്കൊക്കെ പൊട്ടിക്കുന്ന വ്ളോഗ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവതേനെ ഇമിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കണതൊക്കെ. അങ്ങനെ പാചകവും മാത്രമല്ല, അതിന്റെ ഇടയിൽ ഇവനങ്ങനെ കളിപ്പിച്ചിട്ടും വെറുപ്പിച്ചിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരുന്നാൽ മാത്രം പോരല്ലോ, നമുക്ക് ഫുഡ് കഴിക്കണ്ടേ. അതിനുള്ള ഇല വെട്ടി ആ ഇല നമ്മൾ അടുപ്പിൽ വാട്ടാന്നാണ് വിചാരിച്ചത്. പക്ഷെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയി പോയി. തുടച്ചൊക്കെ വൃത്തിയാക്കി ആക്കി നോക്കിയപ്പോണ്ട് ഒരു ചൂട് പോലും ആവുന്നില്ല. അപ്പൊ പിന്നെ ഗ്യാസ് തന്നെ വേറെ ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. ഇത് കാണുമ്പോൾ തന്നെ എന്റെ വായിലൊക്കെ വെള്ളം വരുന്നുണ്ട്. ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ അതിൽ എണ്ണയും ഉപ്പും സ്പ്രെഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. നമുക്ക് ഞാൻ അടുത്തത് സെറ്റ് ചെയ്യാം. അങ്ങനെ ചോറൊക്കെ വിളമ്പി. ഇത് കാവത്താണേ. പിന്നെ കുറച്ച് അച്ചാറ്, നമ്മൾ നേരത്തെ പറഞ്ഞ ചിക്കൻ വരട്ട്, എല്ലാത്തിനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ അച്ചാറ് വീട്ടിലുണ്ടാക്കിയതാ, ഒരു വെറൈറ്റി ടേസ്റ്റ്. പിന്നെ കോവയ്ക്കുപ്പേരി, പയറുപ്പേരി, സാമ്പാർ, പിന്നെ മുട്ട പൊരിച്ചത്. ഇതിൽ മുട്ട പൊരിച്ചു വെച്ച് ബാക്കിയുള്ള എല്ലാം എൻ്റെ ഉമ്മയാണ് ഉണ്ടാക്കിയത്. ഞാൻ വെറും ഒരു ഹെൽപ്പർ മാത്രമായിരുന്നു. ഇല മടക്കാനൊന്നും അറിയില്ല, എന്നാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾ മടക്കി വെച്ച്. ഇതിലേറ്റവും ടാസ്ക് മടക്കലൊന്നുമല്ല, ഈ പൊതിയലായിരുന്നു. ഏതോ ഒന്നിൽ ഞാൻ മുട്ട വെക്കാൻ മറന്നുപോയി. ഭാഗ്യം കുറച്ച് കൂടുതലായോണ്ട് തന്നെ ആ പൊതിച്ചോറ് കറക്റ്റ് എനിക്ക് തന്നെ കിട്ടി. പിന്നെ പായസം അതെന്തായാലും വേണമല്ലോ. ഒരു സമയം വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലട പായസം മാത്രമേ ടേസ്റ്റ് ഉള്ളൂ എന്നാ. പക്ഷെ ഇപ്പൊ മനസ്സിലായി എല്ലാ പായസം ഇഷ്ടത്തോടെ കുടിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അണ്ണാക്ക് പൊള്ളിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പായസം കുടിക്കുന്നതൊന്നും നിർത്താൻ പറ്റില്ല. നല്ല വിശപ്പുണ്ട്. ഉമ്മ പിന്നെ ജോബ്ലെസ് ആയ മകളെ കുറിച്ചുള്ള കൗണ്ടർ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ആണുങ്ങളോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പണിയില്ലാത്തതിന്റെ കാര്യം. ഇപ്പൊ അങ്ങനെയല്ല, പെണ്ണുങ്ങളും കേൾക്കണം. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് പൊതിച്ചോറൊക്കെ തുറക്കണം. നല്ല വിശപ്പുണ്ട്. മാത്രമല്ല ആ മുട്ടില്ലാത്തതിന്റെ ലാവല്ലേന്ന് പ്രാർത്ഥിച്ചാണ് തുറക്കണത്. പിന്നെ ഭാഗ്യം കുറച്ച് കൂടുതലാണല്ലോ, നേരത്തെ പറഞ്ഞ പോലെ. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ സന്തോഷം എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാ. പക്ഷെ ഞാനിപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും അതിൻ്റെതായ സന്തോഷം കണ്ടെത്താൻ നോക്കലുണ്ട്. ഫുഡിന്റെ കാര്യമാണെങ്കിൽ അവന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വേറൊന്നുമല്ല, ഒരു സമയത്ത് ഈ ഫുഡൊന്നും കഴിക്കാൻ അല്ലെങ്കിൽ ഇല്ലാണ്ടിരുന്നൊരു സമയം ആൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് മാറിക്കുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫൈനാൻഷ്യൽ ക്രൈസിസിന്റെ ഒരു അറ്റാണ് നമ്മൾ ഈ പട്ടിണി കിടക്കുക എന്നൊക്കെ പറയണത് അല്ലേ. നമ്മൾ ഈ വിശപ്പൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മൊത്തം ഉറങ്ങിയ സമയം ഉണ്ടായിട്ടുണ്ട് ഈ ജീവിതത്തിൽ. അന്ന് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോവാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇന്നാലോചിക്കുമ്പോൾ എല്ലാം ഓരോ പാഠങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ലൈഫിലത്തെ ഓരോ കാര്യങ്ങളും അത്രയും എൻജോയ് ചെയ്യലുണ്ട്, പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യം. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് പായസം ഒന്നുകൂടെ കുടിക്കാം. ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് പായസത്തിൽ പപ്പടമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കണേ. ചിലരതിൽ പഴം ആഡ് ആക്കലുണ്ട്. എനിക്കതൊരു വലിയ ഇഷ്ടമില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും അതൊന്ന് ട്രൈ നോക്കി നോക്കണേ. ഞാൻ പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ടൈം പോസ്റ്റ് ചെയ്യാം. അങ്ങനെ കഴിക്കലും പായസം കുടിക്കലൊക്കെ കഴിഞ്ഞ് അപ്പം അത്രേ ഉള്ളൂ. ബൈ.